ഹായ് മച്ചമാരെ, ഈ കാണുന്ന എക്സോ ഫിറ്റ് എന്നൊരു ആപ്ലിക്കേഷൻ പുതിയതായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന മോഡിയോ ബ്രാൻഡിലൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ സ്മാർട്ട് വാച്ചുമായി കണക്ട് ചെയ്യുന്നത് പല ആളുകൾക്ക് അറിയില്ല. അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിലായിക്കോട്ടെ ആപ്പ് സ്റ്റോറിലായിക്കോട്ടെ നമുക്ക് അവൈലബിൾ ആണ്. QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നമ്മൾ ആദ്യം ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഓപ്പൺ കൊടുക്കാം. ഓപ്പൺ കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെർമിഷൻസ് കാര്യങ്ങൾ അലോ കൊടുക്കാനും കാര്യങ്ങളൊക്കെ വരും. ജസ്റ്റ് നമ്മൾ അതെല്ലാം നമ്മൾ അലോ കൊടുക്കുക. ഓക്കെ, എല്ലാ പെർമിഷൻസ് കാര്യങ്ങളും നമ്മൾ അലോ കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫോണിൽ നമ്മൾ ബ്ലൂടൂത്ത് എനബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് വാച്ചിലും നമ്മൾ എന്ത് ചെയ്യുക, ബ്ലൂടൂത്ത് എനബിൾ ചെയ്യുക. ബ്ലൂടൂത്ത് ആണ് മെയിൻ ആയിട്ടുള്ള കാര്യം. രണ്ടിലും നമ്മൾ ബ്ലൂടൂത്ത് ആദ്യം എനബിൾ ചെയ്യുക. അതിനുശേഷം ഇതുപോലൊരു ഇന്റർഫേസ് നമുക്ക് വരും. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ലോഗിൻ എന്ന് കാണാൻ സാധിക്കും. ഡയറക്റ്റ് ലോഗിൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ജസ്റ്റ് ലോഡ് ആവും. അതിനുശേഷം താഴെ നമുക്കൊരു ടൈം പോകുന്നത് കാണാൻ സാധിക്കും. 4, 3, 2 എന്നൊക്കെ പറഞ്ഞിട്ട് അത് ജസ്റ്റ് നമ്മൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം താഴെ നമ്മൾ കൺഫേം കൊടുക്കുക. ജസ്റ്റ് കൺഫേം കൊടുക്കുക. അതിനുശേഷം നമ്മൾ നിക് നെയിം, മെയിൽ, ജസ്റ്റ് കാര്യങ്ങൾ, ഏജ്, അതുപോലെ ഹൈറ്റ്, ബോഡി വെയിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണോ കൊടുക്കേണ്ടത് അതൊക്കെ അതിനനുസരിച്ച് നമ്മൾ ആ കാര്യങ്ങളെല്ലാം കൊടുക്കുക. ഇത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പേജ് നമുക്ക് ബേസിക് ആയിട്ട് ഒരു പേജ് നമുക്ക് ഓൺ ആയി. ഇതിനുശേഷം നമ്മൾ ഇവിടെ താഴെ നോക്കി നമുക്ക് 4 ഓപ്ഷൻ കാണാൻ സാധിക്കും. മൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ മൂവ്മെന്റ്, ഡാറ്റ, ഹെൽത്ത്, ഈ രീതിയിൽ നമുക്ക് 4 ഓപ്ഷൻസ് കാണിക്കും. നമ്മൾ വാച്ച് കണക്ട് ചെയ്യാൻ നമുക്ക് ഹെൽത്ത് പരമായ കാര്യങ്ങളൊക്കെ ഈ ഒരു പേജിൽ വാച്ച് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും അവസാനമായിട്ട് ലാസ്റ്റ് ആയിട്ട് നമുക്ക് മൈൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ സാധിക്കും ആഡ് ഡിവൈസ് ആണ്. ഈ ജസ്റ്റ് ആഡ് ഡിവൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്ത് അവിടെ സെർച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. സെർച്ചിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു ബ്രാൻഡ് U94 mini എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക, കണക്റ്റിംഗ് എന്ന് എഴുതി കാണിച്ചിരിക്കും. ഫ്യൂ സെക്കൻഡ്സുകൾ നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. നമ്മൾ ഈ ഒരു സ്മാർട്ട് വാച്ച് കണക്ഷൻ സക്സസ്ഫുള്ളി വന്ന് നേരെ നമ്മൾ പെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അലോ കൊടുത്തു കഴിഞ്ഞാൽ U94 mini കണക്റ്റഡ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ടാണ് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കണക്ട് ആവുന്നത്. U94 mini അത് കണക്റ്റഡ് കാണിക്കുന്നുണ്ട്. എത്ര ശതമാനം ബാറ്ററി ഹെൽത്ത് നമ്മളുണ്ടോ അത് കൊടുക്കുന്നത്. ഇവിടെ പേര് നമുക്ക് ഈ ഒരു രീതിയിൽ വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പേര് കാര്യം നിക് നെയിം കൊടുക്കാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ വന്നത്. ഇവിടെ നമ്മൾ എന്താണോ നിക് നെയിം കൊടുക്കുന്നത് ആ നിക് നെയിം ആയിരിക്കും നമുക്ക് താഴെ കാണാൻ സാധിക്കാം. ഇവിടെ നമുക്ക് ബ്രേസ്ലെറ്റ് സെറ്റിംഗ്സ്, ഫൈറ്റ് എക്യുപ്മെന്റ്, മെസ്സേജിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഏതൊക്കെ നോട്ടിഫിക്കേഷൻ ആണോ നമുക്ക് ഈ ഒരു വാച്ചിൽ ഫോണിൽ നമുക്ക് വരണമെങ്കിൽ വാച്ചിൽ നമുക്ക് വരേണ്ടത് വെച്ചാൽ അത് മാത്രം നമുക്ക് എനബിൾ ചെയ്ത് കൊടുക്കാം. ആവശ്യമില്ലാത്ത നമുക്ക് ഇവിടുന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അലാറം റിമൈൻഡർ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. സെക്കൻഡറി റിമൈൻഡർ വേണ്ട, റിമോട്ട് കൺട്രോൾ സെൽഫി വരുന്നുണ്ട്, സ്ലീപ്പ് മോണിറ്ററിംഗ്, അത് 24 hours ഫോർമാറ്റ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 24 hours വേണ്ട, നമ്മുടെ വാച്ചിൽ 12 hours മതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തന്നെ ആ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അതായത് അത്യാവശ്യത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാച്ചിൽ ഈ ഒരു സെറ്റിംഗ്സിൽ തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ബ്രേസ്ലെറ്റ് സെറ്റിംഗ്സിന് നേരെ ബാക്ക് വന്നു കഴിഞ്ഞാൽ താഴെ നമ്മൾ കാണുന്നത് ഡയൽ എന്ന് പറഞ്ഞൊരു സെറ്റിംഗ്സ് ആണ്. ഇവിടെ നിന്നാണ് നമുക്ക് ഡയൽ മോഡുകൾ, അതായത് ഒരുപാട് ഡയൽ മോഡുകൾ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഡയൽ മോഡുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി അതല്ല, നമ്മൾ ഓൺ ഫോട്ടോ ഗാലറിയിൽ നിന്നൊക്കെ ഓൺ ഫോട്ടോസ് നമുക്ക് ഇഷ്ടത്തിന്റെ രീതിയിൽ നമുക്ക് ഫോട്ടോസൊക്കെ നമുക്ക് വാൾപേപ്പർ വെക്കണം എന്നുണ്ടെങ്കിൽ ഈ മൂന്നാമതായിട്ട് കാണുന്ന ഡയൽ എന്നുള്ള ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ഇമേജ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫോട്ടോസ് സെലക്ട് ചെയ്യാം. അത് റീസെറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ കളയാൻ നമുക്ക് പറ്റും. ടൈം, ലൊക്കേഷൻ, കളർ കാര്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഓൺ ആയിട്ട് നമ്മൾ കസ്റ്റം ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ താഴെ നമുക്ക് ടാർഗറ്റ് സ്റ്റെപ്സ് ഉണ്ട്. നമുക്ക് 5000 സ്റ്റെപ്സ് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടി വെക്കാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോൺ ബുക്ക്, അതായത് അത്യാവശ്യത്തിന് വേണ്ട എല്ലാ ഫംഗ്ഷൻസുകളും അടങ്ങിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഈ ഒരു സ്മാർട്ട് വാച്ച് നമുക്ക് കണക്ട് ചെയ്യാനും സാധിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടിയിട്ട് ഇത് എങ്ങനെ കണക്ട് ചെയ്യാൻ, ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ അറിയാത്ത ഒരുപാട് ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്നാണ് നമ്മുടെ വിശ്വാസം. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ അന്നത്തെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ടൊരു വീഡിയോ ആണ് ഗൈസ്. എല്ലാവരും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ എഴുതുന്നവരെ goodbye.